പൂവത്തുമൂട് ആറാട്ടുകടവ് കുളിക്കടവ് ഉദ്ഘാടനം 2025 മാർച്ച് മാസം 2-ാം തീയതി. ഉദ്ഘാടകൻ ശ്രീ ചാണ്ടി ഉമ്മൻ MLA. പൊതുസമ്മേളന ഉദ്ഘാടനം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. അധ്യക്ഷ ശ്രീമതി സീന ബിജു നാരായണൻ, അയർക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ്. സാന്നിധ്യം റജി എം ഫിലിപ്പോസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശൈലജ റജി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലിസമ്മ ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ജിജി നാഗമറ്റം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KC ഐപ്പ്, വാർഡ് മെമ്പർ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ പൂവത്തുമൂട് പാലത്തിനടിയിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പാലം, എൻ്റെ തൊട്ട് പുറകിൽ കാണുന്ന പാലം ഒരു വലിയ പാലമാണ്. അപ്പം അവിടെ ഒരു കടവുണ്ട്, ആറാട്ട് കടവ്. അത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ആറാട്ട് കടവ്. അതുപോലെ ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവഞ്ചൂർ ക്ഷേത്രങ്ങളുടെ ആറാട്ട് കടവാണ്. അപ്പോൾ ഈ രണ്ട് ക്ഷേത്രങ്ങളെ ആറാട്ട് സംഗമിക്കുന്ന കടവാണ് ഈ പൂവത്തുമൂട് പാലത്തിൻ്റെ അടിവശം. ഇത് വളരെ മോശമായിട്ടൊക്കെ കിടക്കുകയായിരുന്നു. എന്നാൽ ഇത് നമ്മുടെ പുതുപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ്റെ ഫണ്ടിൽ നിന്ന് അതുപോലെ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. തിരുവഞ്ചൂർ, പാറമ്പുഴ ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങളുടെ പ്രധാനപ്പെട്ട ആറാട്ട് കടവാണിത്. അതുപോലെ തന്നെ ഈ ദേശവാസികളുടെ കുളിക്കടവും ഇതുതന്നെയാണ്. പൂവത്തുമൂട് പാലത്തിന് തൊട്ട് സമീപത്തുള്ള ഇവിടെയാണ് ക്ഷേത്രത്തിലെ ആറാട്ട് കടവും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങാനും ഒക്കെ വളരെയേറെ മോശമായിട്ട് കിടക്കുകയായിരുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആറാട്ട് കടവുണ്ട്, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ. അത് ശകലം കൂടെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. അത് ഇടയ്ക്കെല്ലാം നവീകരിക്കുക, അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ മോശമായിട്ട് കിടക്കുകയായിരുന്നു. അന്നേരത്തിനാണ് നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ എന്ന് പറയുന്നത് KC ഐപ്പ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ്റെ ഫണ്ടിൽ നിന്ന് 13 ലക്ഷം രൂപയും അതുപോലെ ഈ കടവിലേക്ക് ഉള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി 4 ലക്ഷം രൂപയും കൂടെ കൂട്ടി 17 ലക്ഷം രൂപയുടെ വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിപ്പം ക്ഷേത്രത്തിലെ കഴിഞ്ഞ ദിവസം ആറാട്ടായിരുന്നു, അതിന് വേണ്ടി പന്തലൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഇവിടെ ശിലാഫലകമെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് നല്ല നമുക്ക് ആൾക്കാർക്ക് വന്നാലും നിൽക്കാനും അതുപോലെ എല്ലാവിധ ഇപ്പോഴത്തെ നവീകരിച്ചിരിക്കുന്ന നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നവീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഞാനിത് അറിഞ്ഞതാണ്, പക്ഷേ ആ സമയത്ത് എനിക്ക് അവിടെ പോകാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ നമുക്ക് പിന്നീട് ഇതിൽ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതി. അപ്പം കഴിഞ്ഞ ഇടയ്ക്കാണ് അതിൻ്റെ ഒരു അവസരം കിട്ടിയത്. അപ്പം കൊച്ചുമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് വരെ പോയ സമയത്താണ് ഞങ്ങളിതിലെ കയറിയത്. അപ്പോൾ നമ്മുടെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പൂവത്തുമൂട് പാലവും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ. മീനച്ചിലാറ് വളരെ ശാന്തമായിട്ടൊഴുകുന്ന സ്ഥലവും കൂടെയാണ്. അപ്പോൾ ഇവിടെ നല്ല കാറ്റ്, നല്ലൊരു അന്തരീക്ഷമാണ്. ഇവിടെ രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ധാരാളം ആൾക്കാർ മീൻ പിടിക്കാനും അതുപോലെ ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് ആനയൊക്കെ തളയ്ക്കുന്നത് ഇതിൻ്റെ അടിവശത്താണ്. അപ്പം എപ്പോഴും നല്ല തണുപ്പാണ് ഈ പരിസരത്ത്. അപ്പോൾ രണ്ട് ക്ഷേത്രങ്ങളിലെ ആറാട്ട് കടവ് നമുക്ക് നേർക്ക് നേരെ കാണാമെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടെ ആനയെ തളച്ചിരുന്നതാണ് ഉത്സവത്തിൻ്റെ സമയത്ത്. അതുപോലെ ഇവിടെയൊക്കെ ധാരാളം വള്ളങ്ങളൊക്കെ ഉണ്ട്, അപ്പുറത്തോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി വള്ളങ്ങളുണ്ട്. അതുപോലെ ഈ പാലത്തിന് തൊട്ട് സമീപത്ത് ഒരു നല്ലൊരു വിശ്രമ കേന്ദ്രം കൂടെ ഈ അടുത്ത കാലത്ത് മനോഹരമാക്കിയിട്ടുണ്ട്, തണലോരം എന്നും പറഞ്ഞ്. അവിടെയും ധാരാളം ആൾക്കാരൊക്കെ എപ്പോഴും വരുന്നതാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ പരിപാലിക്കുന്ന ഒരു കടവാണ് ഈ പൂവത്തുമൂട് പാലത്തിന് സമീപമുള്ള രണ്ട് ആറാട്ടുകടവും
അത് പ്രത്യേകം അവിടെ ബോർഡുകളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. മീനുണ്ടോ ഇവിടെ? മീനുണ്ടോ? നിന്റെ ചെരുപ്പ് പോകത്തില്ല, വെള്ളത്തിൽ പോകത്തില്ലടാ. നല്ല രസം ഇവിടെ നിൽക്കാനല്ലേ, നല്ല കാറ്റും. വെള്ളത്തിൽ ചാടാൻ തോന്നുന്നുണ്ടല്ലോ ഇവിടെ. മീനാണോ? കാല കൊത്തിയോ? ആഹാ, ഒത്തിരി മീനുണ്ടല്ലോ. ചാടിയാലോ വെള്ളത്തിൽ. ഇനി നമുക്ക് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടുകടവും കൂടെ കാണാം. അപ്പോൾ ഈ പാലത്തിൻ്റെ തൊട്ട് അപ്പുറം തന്നെയാണ്, ഓപ്പോസിറ്റാണ്. ഈ പാലം കയറിയാൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ ആറാട്ടുകടവ് 2 പ്രാവശ്യം ഇതിൻ്റെ നവീകരണം ഉണ്ടായി. ഒന്ന് 2017 അതിനുശേഷം 2023 ഇതിൻ്റെ നവീകരണം ഉണ്ടായത്. ആദ്യത്തെ ആറാട്ടുകടവിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജെയിംസ് തോമസ് എന്ന് പറഞ്ഞ ആളാണ്. പ്ലാക്കിത്തൊട്ടി മുനിസിപ്പൽ, അന്നത്തെ ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർമാനാണ്. അതിനുശേഷം ഏറ്റുമാനൂരപ്പൻ്റെ ആറാട്ടുകടവിൻ്റെ നവീകരണം നടത്തിയത് ശബരിമലയിലെ തന്ത്രിയായ ബ്രഹ്മശ്രീ കണ്ഠര് രാജീവരുടെ സാന്നിധ്യത്തിൽ അന്നത്തെ ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ലവ്ലി ജോർജാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇവിടെയാണ് ഏറ്റുമാനൂരപ്പൻ ആറാട്ട് കുളിച്ച് കയറുന്നത്. ഇത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇതിൻ്റെ പണികളെല്ലാം തീർത്തിരിക്കുന്നത്. ഇനി നേരെ പുതുപ്പള്ളിയിലേക്ക്. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ്.